ഇന്ന് പോർച്ചുഗലിൻ്റെ മാച്ചായിരുന്നു. ഇപ്പോൾ രാവിലെ 5 മണിക്ക് ഇവിടെ നല്ല മഴയായിരുന്നു, അപ്പോൾ നല്ല തണുപ്പായിരുന്നു. ആ സമയത്തൊന്നും പുതച്ചും കൂടി കിടന്ന് ഉറങ്ങാതെ രാവിലെ 5 മണിക്ക് ടിവിയുടെ മുമ്പിൽ ചെന്നിരുന്നു പോർച്ചുഗലിൻ്റെ മാച്ചാണ്. എന്നിട്ട് അവർ ഇമാതിരി കളിയാണ് കളിച്ചത്. നമ്മൾ ഫാൻസിനുള്ള ത്വര പോലും ഈ പോർച്ചുഗൽ പ്ലെയേഴ്സിനില്ല. അതാണ് എനിക്ക് തോന്നിയത്. കാരണം കൊളംബിയ ഓൾറെഡി ഫസ്റ്റ് കിടക്കുന്ന ടീമാണ് കൊളംബിയ. എന്നിട്ട് അവർ മാച്ച് ജയിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. അവർ കാണിക്കുന്നതിൻ്റെ പകുതി എഫോർട്ട് നമ്മുടെ പോർച്ചുഗൽ പ്ലേയേഴ്സില്ല. ഓക്കെ, കുറേ അവസരങ്ങളുണ്ടായിരുന്നു, കുറേ ഷോട്ട് എടുത്തു, പക്ഷേ നമുക്കറിയാലോ ഒരു ടീം എങ്ങനെ, ഒരു ടീമിൻ്റെ കപ്പാസിറ്റി എങ്ങനെ, അവരെന്തുമാത്രം ക്യാപ്പബിളാണ് ഗോൾ അടിക്കാൻ. പക്ഷേ അതൊന്നും കണ്ടില്ല. ജസ്റ്റ് കാര്യം ഫസ്റ്റ് മാച്ച് ഡിയർ കോങ്കയായിട്ട് വളരെ മോശം പെർഫോമൻസ്, സെക്കൻഡ് ഉസ്ബെക്കിസ്ഥാനുമായിട്ട് പീക്ക് പെർഫോമൻസ്, പിന്നെയും താഴോട്ട്. ഓക്കെ, ഇങ്ങനെ കളിക്കാനാണെങ്കിൽ നമുക്ക് വേൾഡ് കപ്പ് കിട്ടാൻ കുറച്ച് പാടുപെടും. കാരണം ഇനി അടുത്ത് വരാൻ പോകുന്നത് ക്രൊയേഷ്യ, സ്പെയിൻ, ഫ്രാൻസ്, അങ്ങനെ പിന്നെ മൊറോക്കോ, നെതർലാൻഡ് അങ്ങനെയൊക്കെ പോകുന്നതാണ് കേട്ടത്. അപ്പോൾ അടുത്ത മാച്ച് ക്രൊയേഷ്യ ആയിട്ടാണ്. അപ്പോൾ അവരായിട്ട് ജയിക്കുക അല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ മാർഗ്ഗമില്ല. കാരണം അത്രമാത്രം പെർഫോമൻസ് എടുത്താലേ പറ്റൂ. കാരണം മോഡ്രിച്ച് ഉണ്ട് അവിടെ, വേറെ ആരും വേണ്ട. പിന്നെ രണ്ടാമത്തെ മാച്ച് നമ്മുടെ അർജന്റീനയുടെ മെസ്സി എനിക്ക് 70 മിനിറ്റിലാണ് വന്നത്. പുള്ളി വന്നൊരു ഫ്രീ കിക്ക് എടുത്ത് ഗോൾ അടിച്ചു പോയി. ഇത് പുള്ളി പ്രഷർ ഇല്ലാതെ കളിക്കുന്നത്. കാരണം വേൾഡ് കപ്പ് ഓൾറെഡി കിട്ടിയ അങ്ങനെ ഒരു പുള്ളിയുടെ മണ്ടയിൽ പ്രഷർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും പുള്ളി ഇങ്ങനെ ഫ്രീ ആയിട്ട് കളിക്കുന്നത്. പക്ഷെ റൊണാൾഡോയുടെ ഇപ്പുറത്ത് എനിക്ക് നല്ല കണക്ക് പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് തോന്നി. കാര്യം വേൾഡ് കപ്പ് അടിക്കണം എന്നൊരു പ്രഷർ പുള്ളിയുടെ മണ്ടയിൽ കിടക്കുന്നുണ്ട് ആയിരിക്കാം. പക്ഷേ നമ്മൾ പോർച്ചുഗൽ ഫാൻസിന്, ഞാനൊരു കട്ട റൊണാൾഡോ ഫാനാണ്. എനിക്കും നല്ല വിഷമമുണ്ട്. കാരണം പുള്ളിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. പുള്ളി വേൾഡ് കപ്പ് അടിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. സോ അടുത്ത മാച്ച് ക്രൊയേഷ്യയായിട്ട് ജയിച്ച് സ്പെയിനും കഴിഞ്ഞ് വേൾഡ് കപ്പ് ഫൈനലിൽ കപ്പടിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ ബൈ.